ഡിയർ സ്റ്റുഡൻസ്, മാത്ത് ബേസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏവർക്കും പരിചയമുള്ള ഫ്രാക്ഷനുകളെ കുറിച്ചാണ്. നമുക്കറിയാം, ഫ്രാക്ഷനുകൾ എന്നത് ഒരു മുഴുവനായിട്ടുള്ള ഒരു കാര്യത്തിൻ്റെ പാർട്ടിനെയാണ് നമ്മൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ന്യൂമറിക്കൽ റെപ്രസെൻറ്റേഷൻ ഫോർ എ പാർട്ട് ഓഫ് എ ഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നിത്യജീവിതത്തിൽ ധാരാളം ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ് ഫ്രാക്ഷൻസ്. പക്ഷേ നമ്മളിൽ പലർക്കും നാം ഇരിക്കുന്ന സിറ്റുവേഷൻ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന സിറ്റുവേഷൻ ഫ്രാക്ഷൻ ആണെന്ന് പലപ്പോഴും ചിന്തിക്കാറില്ല എന്നതാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു കടയിൽ കയറി നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ 2 ആളുകളുണ്ട്. ഈ 2 ആളുകൾ ചേർന്ന് ഒരു പിസ്സ വാങ്ങി എന്ന് വിചാരിച്ചോളൂ. ആ പിസ്സയെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 1/2 എന്ന ഫ്രാക്ഷനാണ്. അതേപോലെ നമ്മൾ 3 പേരുണ്ട്, ഒരു പിസ്സയുണ്ട്. അപ്പോൾ ആ 3 ആളുകൾക്കും ഈക്വൽ ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഓരോരുത്തർക്കും കിട്ടുന്ന ഷെയർ 1/3 എന്നതാണ്. ഇങ്ങനെ ധാരാളം സിറ്റുവേഷൻ. നമ്മൾ ചോക്ലേറ്റ് ഒക്കെ കഴിക്കാറുള്ള ആളുകളാണ്. നമ്മളൊരു ചോക്ലേറ്റ് ബാർ വാങ്ങി, ആ ചോക്ലേറ്റ് ബാർ നമ്മൾ 6 പേരുണ്ട് ഫ്രണ്ട്സ് വിചാരിച്ചോളൂ. നമ്മൾ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 1/6 പോർഷൻ ഓഫ് ദ ചോക്കോ ബാറാണ്. ആ 1/6 പോർഷനാണ് നമ്മൾ 1/6 എന്ന് പറയുന്നത്. ഏതായിരുന്നാലും ഇങ്ങനെ ധാരാളം ഉപയോഗങ്ങളുള്ള നിത്യജീവിതത്തിൽ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ് ഫ്രാക്ഷൻ. അപ്പൊ ഈ ഫ്രാക്ഷനുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. എന്താണ് ഒരു ഫ്രാക്ഷൻ? നോർമലി ഫ്രാക്ഷനെ നമ്മൾ സാധാരണ എഴുതാറുള്ളത് a/b. അതായത് ഈ a എന്ന നമ്പറിനെ നമ്മൾ പറയാ ന്യൂമറേറ്റർ എന്നാണ്. അതേപോലെ ഈ ഡിനോമിനേറ്റർ എന്നും സാധാരണ പറയും, ഡിനോമിനേറ്റർ എന്നും ഇതിനെ പറയാറുണ്ട്. അപ്പൊ a എന്നത് ന്യൂമറേറ്ററും b എന്നത് ഡിനോമിനേറ്ററുമാണ്. ഇതാണ് ഒരു ഫ്രാക്ഷന്റെ സ്റ്റാൻഡേർഡ് ഫോം. ഒരു ചോക്കോബാറിനെ നമ്മൾ 2 ഈക്വൽ പോർഷനാക്കി ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ പോർഷന്റെയും അളവ് എന്ന് പറയുന്നത് 1/2 ആണ്. ഇനി അത് 3 ഈക്വൽ പോർഷനായി ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് അത് 1/3 അങ്ങനെ കിട്ടും. അതേപോലെ നമുക്ക് ഈക്വൽ നമ്പർ ഓഫ് ഡിവിഷൻസ് ധാരാളം നമുക്ക് ചെയ്യാവുന്നതാണ്. മാത്രമല്ല, ഇപ്പൊ 1/2 + 1/2 എന്ന 2 ഈക്വൽ പോർഷൻസ് ആഡ് ചെയ്താൽ എന്ത് കിട്ടും? ആ ഫുൾ ചോക്കോബാർ കിട്ടും. സിമിലർലി 1/3 + 1/3 + 1/3 ഈക്വൽ ടു ആ ഫുൾ ചോക്കോബാർ കിട്ടും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈക്വൽ നമ്പർ ഓഫ് പോർഷൻസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ 1 പാർട്ട് ഓഫ് ദ പോർഷൻ, ആ 1 പാർട്ട് ഓഫ് ദ ഹോൾ, അതായത് ആ ഹോളിന്റെ 1 പാർട്ടാണ് കിട്ടുക. ഓക്കെ, ഇനി നമുക്ക് ഇക്വാലന്റ് ഫ്രാക്ഷൻസ്, അതായത് ഒരു ഫ്രാക്ഷന് ഈക്വൽ ആയിട്ടുള്ള മറ്റ് ധാരാളം ഫ്രാക്ഷനുകൾ. ഇപ്പൊ 1/2 എന്ന ഒരു ഫ്രാക്ഷന് ഈക്വലന്റ് ആണ് ആര്? 2/4. അതേപോലെ അതിന് ഈക്വലന്റ് ആണ് ആര്? 3/6, 4/8 എക്സെട്ര. അപ്പൊ നമുക്ക് ഒരു ഫ്രാക്ഷൻ, ഈ 1/2 എന്നൊരു ഫ്രാക്ഷന്, ഇപ്പൊ നമ്മൾ 5/10 എന്നുള്ള ഒരു ഫ്രാക്ഷനും ഇത് രണ്ടും ഈക്വൽ ആണ്. അപ്പൊ ഇതിന്റെ ലോവസ്റ്റ്, ഈ 5/10 എന്നതിന്റെ ലോവസ്റ്റ് ടേം ആണ് എന്ത്? 1/2 എന്നുള്ളത്. ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ചെറുതാക്കാൻ കഴിയില്ല. ഇപ്പൊ 5/10 എങ്ങനെയാണ് ഇതിലേക്ക് കൺവേർട്ട് ചെയ്യുക? ഇപ്പൊ 5/10 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 5 × 1 ഡിവൈഡ് ബൈ ഈ 10 നമുക്ക് 5 × 2. അപ്പൊ പ്രൈം ഫാക്ടറൈസേഷൻ വഴി നമ്മൾ എന്ത് ചെയ്യുന്നു? ഫാക്ടറൈസ് ചെയ്യുന്നു. എന്നിട്ട് ഇതിനെ ക്യാൻസൽ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുന്നു? 1/2 എന്ന് കിട്ടുന്നു. ഇങ്ങനെയാണ് നമ്മൾ ലോവസ്റ്റ് ടേമിലേക്ക് ഒരു ഫ്രാക്ഷനെ മാറ്റുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയാണ് 15/30. ഇതിനെ നമുക്ക് എങ്ങനെ ഈ ലോവസ്റ്റ് ടേം ആയ 1/2 മാറ്റാം? ഈ 15 നമ്മൾ 3 × 5 എന്ന പ്രൈം ഫാക്ടറൈസേഷൻ എഴുതുന്നു. അതേപോലെ 30 നമ്മൾ 2 × 5 × 3 എഴുതുന്നു. അപ്പൊ നമുക്ക് ഈ 3യും ഈ 3യും കട്ടായി, ഈ 5ഉം 5ഉം കട്ടായി. ഇപ്പൊ ന്യൂമറേറ്ററിൽ 1 ഉണ്ടാവും, താഴെ 2 ഉണ്ടാവും. സോ ദ ആൻസർ ഈസ് 1/2. അങ്ങനെ ഏതൊരു ഫ്രാക്ഷനെയും നമുക്ക് ലോവസ്റ്റ് ടേമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തിട്ട് കോമൺ എലമെന്റ്സ് ക്യാൻസൽ ചെയ്യുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. ഫ്രാക്ഷനുകളെ നമുക്ക് ജനറലി 3 ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ദ ഫസ്റ്റ് ടൈപ്പ് ഈസ് പ്രോപ്പർ ഫ്രാക്ഷൻ. എന്താണ് ഒരു പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദ വാല്യൂ ഓഫ് ദ ന്യൂമറേറ്റർ ഈസ് ഓൾവേസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ദ ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ
ന്യൂമറേറ്ററിന്റെ വാല്യൂ ഡിനോമിനേറ്ററിനേക്കാൾ ചെറുതായിരിക്കും. ഇങ്ങനെയുള്ള ഫ്രാക്ഷനുകളെയാണ് നമ്മൾ പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ 1/2, 2/3, 3/8 പോലുള്ള ഫ്രാക്ഷനുകൾ. ഇനി നമുക്ക് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ രണ്ടാമത്തെ ടൈപ്പാണ്. ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂമറേറ്ററിന്റെ വാല്യൂ ഡിനോമിനേറ്ററിനേക്കാൾ വലുതായിരിക്കും. ഫോർ എക്സാമ്പിൾ 12/7, 5/3. ഇനി മൂന്നാമത്തെ ഫ്രാക്ഷൻ ആണ് മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അതായത് അതിൽ രണ്ട് ടൈപ്പ് ഉണ്ടായിരിക്കും. ഒന്നൊരു ഹോൾ നമ്പർ ഉണ്ടായിരിക്കും, അതോടൊപ്പം തന്നെ ഒരു പ്രോപ്പർ ഫ്രാക്ഷൻ ഉണ്ടായിരിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ 5/3 എന്ന ഫ്രാക്ഷനെ, ഇതൊരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്, ഇതിനെ നമ്മൾ എങ്ങനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കി മാറ്റുക? ഈ 5 എന്ന് പറയുന്നത് 3+2 ആണ്. അപ്പൊ 3+2 ഡിവൈഡഡ് ബൈ 3. ഈ 5നെ നമുക്ക് 3+2 എഴുതാം. ഇനി ഈ 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടും 1 എന്ന് കിട്ടും. പ്ലസ് ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 2/3 കിട്ടും. 1 and 2/3 we will get the answer 1 2/3. ഇങ്ങനെയാണ് നമ്മൾ സാധാരണഗതിയിൽ ഇംപ്രോപ്പറിനെ മിക്സഡ് ആക്കാറുള്ളത്. എന്ന് പറഞ്ഞാൽ നമ്മൾ 5നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, അപ്പൊ 1 കിട്ടും, റിമൈൻഡർ 2 ആണ്, അപ്പൊ 2/3. സോ ദിസ് ഈസ് ദ തേർഡ് ടൈപ്പ്, മിക്സഡ് ഫ്രാക്ഷൻ. 1 is a whole number or a natural number and 2/3 is a proper fraction. ഇങ്ങനെ 3 ടൈപ്പ് ഫ്രാക്ഷനുകളാണ് നമുക്ക് ജനറലി നമുക്ക് ഒരു ഫ്രാക്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാനുള്ളത്.